എൻ്റെ മോൾക്ക് പനിയും ശ്വാസം മുട്ടൊക്കെ വന്നിട്ട് ഒരാഴ്ചയായി. അപ്പോൾ ഹോസ്പിറ്റലിൽ 3 നേരം ആവി പിടിക്കാൻ കൊണ്ടുപോകണം. അപ്പോഴെല്ലാം എൻ്റെ മൂത്ത മോളും ഞാൻ പറയും ഹോസ്പിറ്റലിൽ പോകണം, മെഡിസിൻ കഴിക്കുന്നത് അത് വെറുതെയാണ്. പക്ഷേ ചർച്ചിൽ വന്നാൽ മോൾക്ക് പൂർണ്ണ വിടുതൽ കിട്ടുമെന്ന് എനിക്കും വിശ്വാസമുണ്ട്, എൻ്റെ മോൾക്കും വിശ്വാസമുണ്ടായിരുന്നു. ഇന്നലെ എൻ്റെ മോള് തീരെ വയ്യായിരുന്നു. ബസ്സിൽ നിന്ന് വന്ന് ഇറങ്ങിയെങ്കിലും നടക്കാൻ പോലും വയ്യ. ഞാൻ പിന്നെ ഓട്ടോ വിളിച്ചാണ് ഇവിടെ വന്ന് ഇറങ്ങിയത്. ഇവിടെ വന്ന് പാസ്റ്റർ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അവളെ ശ്വാസം മുട്ടും നല്ല പൂർണ്ണ വിടുതൽ ദൈവം കൊടുത്ത് പൂർണ്ണ ആരോഗ്യത്തോടെയാണ് വന്നത്. ഇന്നലെയൊക്കെയാണ് ശരീരം കുഴഞ്ഞാണ് അവൾ വന്നത്. ഇന്നലെ എങ്ങനെയാണ് വന്നതെന്ന് എനിക്ക് തന്നെ അറിയാൻ വയ്യ. അപ്പം ഞാൻ പറഞ്ഞ് സഭയിൽ പോയെങ്കിൽ നല്ല വിടുതൽ കിട്ടുള്ളൂ. അപ്പം ദൈവം ഇത്രത്തോളം പൂർണ്ണ സൗഖ്യം ദൈവം കൊടുത്തതിന് പാസ്റ്ററിനും സഭയ്ക്കും ദൈവത്തിന് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നത്. ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്, അതൊരു അത്ഭുത സാക്ഷ്യമാണ്. ഞാൻ വസ്തു മേടിച്ച മെയിൻ റോട്ടിൽ നിന്ന് എൻ്റെ ബസ്സിലോട്ട് വരാൻ പക്ഷേ പോസ്റ്റില്ല. അപ്പം ബ്രദർ പറഞ്ഞ് എനിക്കെല്ലാം റെഡിയായി, കറണ്ടിന് നീ എന്ത് ചെയ്യും, 4 പോസ്റ്റ് ഉണ്ടെങ്കിലല്ലേ നടക്കത്തുള്ളൂ, 40,000 രൂപ വേണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രത്തോളം ദൈവം അത്ഭുതം ചെയ്യുമ്പോൾ ഇനിയും എനിക്ക് അത്ഭുതം ചെയ്യും. അപ്പോൾ ഞാൻ മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പോസ്റ്റില്ല, നിരന്ന് വരട്ടെ. 3 പോസ്റ്റ് ഞാൻ ചെന്ന് 17-ാം തീയതി പോയി നോക്കിയപ്പോൾ 3 പോസ്റ്റാണ് ഇട്ടേക്കുന്നത്. ദൈവം ഇത്രത്തോളം അത്ഭുതം ചെയ്തു എൻ്റെ ദൈവത്തിന് ഞാൻ കോടാനുകോടി നന്ദി പറഞ്ഞു. ദൈവദാസനും കുടുംബത്തിനും സഭയ്ക്കും സഭ മക്കൾക്കും ഞാൻ കോടാനുകോടി നന്ദി പറഞ്ഞു. എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല.